ലോകത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? വിലമതിക്കാനാവാത്ത ആ രത്നം കൊഹിനൂർ എന്നറിയപ്പെടുന്നു. ഹൈദരാബാദ് യാത്രയ്ക്ക് ശേഷമാണ് കൊഹിനൂർ എന്ന രത്നത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 105 കാരറ്റ് വജ്രം ഹൈദരാബാദിലെ ഗോൽക്കൊണ്ടയ്ക്ക് സമീപം ഖനനം ചെയ്തെടുത്തതാണ്. പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ് കൊഹിനൂറിന്റെ അർത്ഥം. പേർഷ്യൻ ചക്രവർത്തിയായ നാദിർഷായാണ് കൊഹിനൂർ എന്ന് പേരിട്ടത്. ഗോൽക്കൊണ്ടയ്ക്ക് സമീപത്തുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നുമാണ് ഇത് ലഭിച്ചത്. നിരവധി രാജാക്കന്മാരുടെ കൈകളിലൂടെയും രാജവംശങ്ങളിലൂടെയും കടന്ന് ഇന്ന് ഈ രത്നമുള്ളത് ബ്രിട്ടീഷ് കിരീടത്തിലാണ്. ഒരു കാലത്ത് മറ്റ് രത്നങ്ങളോടൊപ്പം കൊഹിനൂറും ഈ ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഒരു നിലവറയിൽ സൂക്ഷിച്ചിരുന്നു. ഈ വജ്രത്തിന്റെ പേരിൽ രക്തരൂക്ഷിതമായ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ഇതിന്റെ ഉടമസ്ഥർക്ക് ദുരിതങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ചതിനാൽ ശപിക്കപ്പെട്ട ഒരു രത്നമായിട്ടും ഇത് അറിയപ്പെടുന്നു. ഈ ശാപം കാരണം പുരുഷന്മാർക്ക് അത് ധരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല എന്നും അതിനാൽ ബ്രിട്ടീഷ് രാജ്ഞിമാർ മാത്രമാണ് ഈ വജ്രം പതിച്ച കിരീടം ധരിക്കുന്നത്. ഏഷ്യയിലെ പല രാജാക്കന്മാരുടെ കൈകളിലൂടെ കടന്നുപോയ കൊഹിനൂർ അവസാനം എത്തിച്ചേർന്നത് പഞ്ചാബിലെ മഹാരാജാവായിരുന്ന റാണ രഞ്ജിത് സിംഗിന്റെ കൈകളിലാണ്. ഒടുവിൽ 1849 ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ പഞ്ചാബ് കീഴടക്കിയപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയയുടെ കീഴിലായി കൊഹിനൂർ. രത്നം പിന്നീട് ഇംഗ്ലണ്ടിൽ എത്തിക്കുകയും ബ്രിട്ടീഷ് കിരീടത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലെത്തിയ ഈ രത്നം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇന്ത്യ മാത്രമല്ല, ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, എന്തിന് താലിബാൻ വരെ ബ്രിട്ടനോട് കൊഹിനൂർ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ ഇത് നിയമപരമായി ലഭിച്ചതാണെന്ന് വാദിക്കുന്നു. ഇപ്പോൾ ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ വജ്രം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ മുതൽ ലണ്ടൻ വരെ നീണ്ടുകിടക്കുന്നു കൊഹിനൂറിന്റെ കഥ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ട്രാവൽ സ്റ്റോറികൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുത്.